ആഗസ്റ്റ് 21-ന് സിറിയയിലെ ദമാസ്കസിനടുത്ത് വിമത നിയന്ത്രണത്തിലുള്ള ഗുട്ടയിൽ പ്രയോഗിച്ചത് രാസായുധം തന്നെയെന്നാണ് പരിശോധക സംഘത്തിന്റെ റിപ്പോർട്ട്. വ്യാപകമായ അളവിൽ മാരക വിഷവാതകമായ സരിൻ പ്രയോഗിച്ചതിന് വ്യക്തമായ തെളിവ് ലഭിച്ചതായി സംഘം റിപ്പോർട്ട് ചെയ്തു. സാന്ദ്രത കൂടിയ കാലാവസ്ഥയിൽ വാതകം തങ്ങി നിന്നത് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു. റോക്കറ്റുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്നും റിപ്പോർട്ടിലുണ്ട്. The report of the United Nations mission to investigate allegations of the use of chemical weapons in Syria has concluded that chemical weapons were used on a relatively large scale in the Ghouta area of Damascus on August 21st, causing numerous casualties, particularly among civilians. രാസായുധ പ്രയോഗം യുദ്ധക്കുറ്റമായി കണക്കാക്കണമെന്നും രക്ഷാസമിതി ഇക്കാര്യത്തിൽ ഒട്ടും വൈകാതെ നടപടിയെടുക്കണമെന്നും ബാൻ കി മൂൺ ആവശ്യപ്പെട്ടു. രാസായുധ പ്രയോഗം നടന്നോ എന്ന് മാത്രമാണ് സംഘം പരിശോധിച്ചത്. ആരാണ് പ്രയോഗിച്ചതെന്ന് കണ്ടെത്തുക സംഘത്തിന്റെ ഉത്തരവാദിത്തമായിരുന്നില്ല. അതേസമയം അസദ് ഭരണകൂടമാണ് രാസായുധം പ്രയോഗിച്ചതെന്ന തങ്ങളുടെ വാദം തെളിഞ്ഞതായി അമേരിക്കയും ബ്രിട്ടനും പ്രസ്താവിച്ചു. ഇവരെ പിന്തുണച്ച് ഫ്രാൻസും രംഗത്ത് വന്നിട്ടുണ്ട്. We've always believed, as you know, that this was the work, this was the responsibility of the Assad regime, and everything we can see in this report is fully consistent with that. രാസായുധ പ്രയോഗം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്. എന്നാൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ ഇക്കാര്യം ഉന്നയിക്കാനുള്ള അധികാരം രക്ഷാസമിതിക്കാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ.